പലരും ചെയ്യുന്ന ഒരു തെറ്റായ പ്രവണതയാണ് രാവിലെ വാഹനം സ്റ്റാർട്ടാക്കിയതിന് ശേഷം ആക്സിലേറ്റർ കൊടുക്കുക. അത് സ്റ്റാർട്ടാക്കിയ ഉടനെ തന്നെയാണ് ഈ ഒരു ആക്സിലേറ്റർ ഇവർ കൊടുക്കുന്നത്. ഉദാഹരണമായി ഈ ഒരു ഓയിൽ സ്റ്റിക്ക് എടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, ആ ഓയിൽ സ്റ്റിക്കിൻ്റെ ഏറ്റവും അറ്റത്തായിട്ട് ഏറ്റവും ബോട്ടം ഭാഗത്താണ് ആ ഒരു ഓയിലിൻ്റെ ആ ഒരു ക്വാണ്ടിറ്റി കാണിക്കുന്നത്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഈ ഒരു വാഹനത്തിൻ്റെ ഓയിൽ വന്ന് കിടക്കുന്നത്, ഓയിൽ ഡെപ്പോസിറ്റ് ആവുന്നത് ഏറ്റവും അടിയിലാണ്. കാരണം ഗ്രാവിറ്റി മൂലം ആ ഒരു ഓയിൽ വാഹനത്തിൻ്റെ എൻജിൻ്റെ ഏറ്റവും അടിഭാഗത്തായ ഈ ഓയിൽ പ്ലേറ്റിനുള്ളിലാണ് സ്വാഭാവികമായിട്ട് നമ്മുടെ ഓയിൽ വന്ന് വണ്ടി ഓഫ് ആകുമ്പോൾ വന്ന് സ്റ്റോർ ആവുന്നത്. അതുകൊണ്ട് രാവിലെ നമ്മൾ വാഹനം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വാഹനത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ, ടോപ്പ് ഭാഗങ്ങളിൽ ഓയിലിൻ്റെ യാതൊരു അംശവുമില്ല. ഓയിൽ താഴെ നിന്നും മുകളിലേക്ക് കയറി വരുവാനായിട്ട് അല്പസമയം കൊടുക്കേണ്ടതാണ്. ആ ഒരു ഓയിൽ പമ്പ് വർക്ക് ചെയ്ത് ഓയിൽ എല്ലാ ഭാഗത്തേക്കും എത്തിപ്പെടുവാനായിട്ട് അല്പം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടതാണ്. ഇതാണ് നമ്മുടെ വാഹനത്തിൻ്റെ ഹെഡ്. ഈ ഒരു ഭാഗത്തേക്ക് ഓയിൽ എത്തിച്ചേരുവാനായിട്ട് അല്പസമയം വേണം. അപ്പോൾ ആ ഒരു സമയം തന്നെ നമ്മൾ ഈ ഒരു വാഹനം സ്റ്റാർട്ട് ചെയ്ത ഉടനെ റേസ് ചെയ്ത് കഴിഞ്ഞാൽ ഓയിൽ എത്താൻ താമസം വരും. അങ്ങനെ ഈ ഒരു റേസ് ചെയ്യുമ്പോൾ കൂടുതലായിട്ട് അവിടെ തേയ്മാനം സംഭവിക്കുന്നു. വണ്ടിക്കകത്തുള്ള മെറ്റൽ പാർട്സ്, പൽചക്രങ്ങൾ, അങ്ങനെയുള്ള ഭാഗങ്ങൾക്ക് കൂടുതലായിട്ട് തേയ്മാനം സംഭവിക്കുന്നു. അങ്ങനെ നമ്മുടെ വാഹനത്തിന് എൻജിൻ പണി പെട്ടെന്ന് വരുന്നു. അപ്പോൾ ഒരു കാരണവശാലും ഞാനായാലും ഒരു കാരണവശാലും വാഹനം സ്റ്റാർട്ടാക്കിയ ഉടനെ ഒരു കാരണവശാലും ആക്സിലേറ്റർ കൊടുത്ത് വണ്ടി റേസ് ചെയ്യരുത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാനിപ്പോൾ റേസ് ചെയ്തല്ലോ എന്ന്. പക്ഷേ ഞാൻ ഈ ഒരു വാഹനം കുറച്ച് ഓടി വന്നതിന് ശേഷമാണ് നിങ്ങൾക്ക് വേണ്ടി ഈ ഒരു വാഹനം സ്റ്റാർട്ടാക്കി റേസാക്കി കാണിച്ചത്. അപ്പോൾ ഓൾറെഡി ആ ഒരു വാഹനത്തിൽ ഓയിൽ എല്ലാ ഭാഗത്തും പറ്റി പിടിച്ചിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഞാൻ ഈ പറയുന്നതിൻ്റെ മെയിൻ റീസൺ എവിടെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിരാവിലെ വണ്ടി സ്റ്റാർട്ടാക്കുമ്പോൾ നമ്മൾ ഒരു കാരണവശാലും വണ്ടി ബൂസ്റ്റപ്പ് ചെയ്യാനാണ് എന്ന ആ ഒരു വിചാരത്തോടു കൂടി ഒരിക്കലും വണ്ടി ആക്സിലേറ്റർ കൊടുത്ത് റേസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായിട്ട് അടുത്ത ദിവസം തന്നെ വരാം. ഗുഡ് ബൈ.